വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. Identify the oxidizing agent and reducing agent among Cr2 plus and Mn3 plus. Give reason. ഓക്കെ, അപ്പോൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ Cr2+ ഉണ്ട്, അതേപോലെ തന്നെ Mn3+ ഉണ്ട്. ഇവരിൽ ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ആരാണ് റെഡ്യൂസിങ് ഏജന്റ്? ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ Cr2+, ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ക്രോമിയത്തിന്റെ 3d5 4s1 ആണ്. 3d5 4s1 ആണ്. എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അല്ലെ. ഓക്കെ, ഇനി Cr2+ എന്ന് പറഞ്ഞാൽ എന്താണ്? Cr2+ എന്ന് പറഞ്ഞാൽ ക്രോമിയം 2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് പോകുന്നു അല്ലെ. അതായത് ഒന്ന് 4s നിന്നും പോകും, ഒന്ന് എന്താണ് പോവുക? 3d5 നിന്നും പോകും. അതായത് 3d4 ആണ്. 3d4 ആണ്. ഈ Cr2+ന് Cr3+ ആയി മാറാനുള്ള ടെൻഡൻസി ആണ് ഉണ്ടാവുക കേട്ടോ. Cr2+ന് എന്തായിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ടാവുക? Cr3+ ആയിട്ട്, ക്രോമിയം 3+ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി ആണ് ഉണ്ടാവുക. കാരണം എന്താണ് നോക്കാം നമുക്ക്. Cr2+ എന്നത് Cr3+ ആയിട്ട് മാറുന്നു. ക്രോമിയം 3+ ആയിട്ട് മാറുന്നു. ക്രോമിയം 3+ ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3dയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി അല്ലെ. അപ്പൊ എന്തായിട്ടാ മാറിയത്? 3d3 ആയിട്ടാ മാറുക. ഈ 3d3 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ അത് സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? അതായത് ഡി ഓർബിറ്റൽസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് T2Gയും EGയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. T2G കോൺഫിഗറേഷൻ ആണ്. ഈ ഡി ഓർബിറ്റൽസിനെ 2 സെറ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഡി ഓർബിറ്റൽസ് എന്താ? ഡീജനറേറ്റഡ് ഓർബിറ്റൽസ് ആ. ഓക്കെ, ഈ ഡീജനറേറ്റഡ് ഡി ഓർബിറ്റൽസിന് ലിഗാൻഡ് വരുന്ന സമയത്ത് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതായത് T2Gയും പിന്നെ എന്താ EG ഓർബിറ്റൽസും. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള T2G കോൺഫിഗറേഷൻ ആണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള കേട്ടോ, ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള T2G കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ടാണ് ഇത് സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. അതായത് ഈ ക്രോമിയം 2+ന് എന്ത് ടെൻഡൻസി ഉണ്ടാവുക? ക്രോമിയം 3+ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോസസ് എന്താണ്? ക്രോമിയം 2+ എന്തായിട്ട് മാറുന്ന? ക്രോമിയം 3+ ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പോൾ ഇത് ഓക്സിഡേഷൻ നമ്പർ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ് എന്താണ്? അതൊരു ഓക്സിഡേഷൻ ആണ്. ഇതെന്താണ്? ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ക്രോമിയം 2+ എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാലോ. അടുത്ത എന്താണ്? Mn3+ന്റെ കേസ് അല്ലേ. ഓക്കെ, Mn3+, മാംഗനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാംഗനീസ് 3d5 4s1 അല്ലേ. ഓക്കെ, മാംഗനീസ് 3+ എന്ന് പറഞ്ഞാൽ നോക്കുക നമുക്ക്. മാംഗനീസ് 3+ എന്ന് പറഞ്ഞാൽ 3d എന്താണ് വരിക? 3d 4s2 അല്ലേ. ഓക്കെ, അപ്പൊ 3d4 അല്ലേ വരിക. ഓക്കെ, ഈ 3d4 എന്നത് എന്തായിട്ടാണ് മാറുക? 3d5 ആയിട്ടാണ് മാറുക. അതായത് നോക്കുക നിങ്ങൾ, Mn2+ എന്നത് എന്താ ചെയ്യുക? Mn2+ എന്നത് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് അത് Mn2+ 3+ 2+ ആയിട്ടാണ് മാറുക. ഓക്കെ, നോക്കുക നിങ്ങൾ, 2+ 3+ ആയിട്ടാണ് മാറുക. അപ്പൊ കോൺഫിഗറേഷൻ എങ്ങനെ വരിക? 3d5 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് വരിക. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്. മാംഗനീസ് 3+ എന്തായിട്ട് മാറേ ചെയ്യുള്ളൂ? മാംഗനീസ് 2+ ആയിട്ട് മാറാനേ ശ്രമിക്കുള്ളൂ. കാരണം എന്താ? 3d5 കോൺഫിഗറേഷൻ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ പ്രോസസ്സ് നോക്കുക നിങ്ങൾ. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞില്ലേ? 3+ എന്നത് 2+ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അതായത് ഇതെന്താണ്? ഇത് റിഡക്ഷൻ ആണ്. ഇത് റിഡക്ഷൻ ആണ്. ഇവിടെ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നോക്കുക എല്ലാവരും. Cr2+ is reducing agent and Mn2+ is a oxidizing agent. Mn2+ എന്താണ്? അതൊരു ഓക്സിഡൈസിങ് ഏജന്റും Cr2+ എന്താണ്? അതൊരു റെഡ്യൂസിങ് ഏജന്റും ആണ്. ഓക്കെ, ഇനി നോക്കുക. When Cr2+ loses 1 electron, its configuration becomes D3. D3 configuration ആയിട്ട് മാറിയല്ലോ. ഓക്കെ, which is equal to the stable half-filled
T2G3 configuration. Okay, T2G3 configuration ആയതുകൊണ്ടാണ് കേട്ടോ. Okay, ഇനി നോക്കുക. So Cr2 plus readily loses electron and act as a reducing agent. Okay, and നോക്കുക. When Mn3 plus gains 1 electron, it attains a stable half in a D5 configuration. So Mn3 plus act as an oxidizing agent. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.